പഠിക്കാൻ പോകുന്നത് പൊതുജനാരോഗ്യമാണ്. ഓക്കെ, പ്രധാന പഠനശാഖകൾ ഏതൊക്കെയാണ്? മൈക്കോളജി. മൈക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. മൈക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫംഗസുകളെ കുറിച്ചുള്ള പഠനം. ഫൈക്കോളജിയോ? പായലുകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ഓക്കെ, അപ്പോൾ മൈക്കോളജി ഫംഗസുകളെ കുറിച്ചുള്ള പഠനം, ഫൈക്കോളജി പായലുകളെ കുറിച്ചുള്ള പഠനം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതേ. മൈക്കോളജി ഫംഗസുകളാണെങ്കിൽ ഫൈക്കോളജിയാണ് പായലുകളെ കുറിച്ച്. ഇനി എൻഡമോളജി കീടങ്ങളെ കുറിച്ചുള്ള പഠനം. എൻഡമോളജി എന്താണ്? കീടങ്ങളെ കുറിച്ചുള്ള പഠനം. അതായത് എൻഡമോളജി കീടങ്ങളെ കുറിച്ചുള്ള പഠനം. ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം. എൻഡമോളജി പറയുമ്പം നമുക്ക് ഷഡ്പദങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് കേട്ടോ എൻഡമോളജി. എൻഡമോളജി എന്താണ്? ഷഡ്പദങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. പിന്നെ ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനം. പോമോളജി ഫലവർഗ്ഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. ഇക്തിയോളജി മത്സ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. അപ്പോൾ ഇതാരും തെറ്റിക്കരുത് കേട്ടോ, നോക്കി വെക്കുക. ഇനി ശാസ്ത്രശാഖ നോക്കുകയാണെങ്കിൽ ജീവശാസ്ത്രം അരിസ്റ്റോട്ടിലാണ് പിതാവ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. ജീവശാസ്ത്രം അരിസ്റ്റോട്ടിലാണ്. പ്രതിരോധശാസ്ത്രം എഡ്വേർഡ് ജെന്നറാണ്. ജനിതകശാസ്ത്രം ഗ്രിഗർ മെൻഡലാണ്. ആധുനിക രസതന്ത്രം ആന്റണി ലവോസിയർ ആണ്. പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിനാണ്. അപ്പോൾ ജീവശാസ്ത്രം എന്നുള്ളത് നമുക്ക് ജീവിക്കാൻ അരി എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ജീവശാസ്ത്രം എന്നുള്ളത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, പിതാവ്. ഇനി വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. വൈദ്യശാസ്ത്രം ഹിപ്പോക്രാറ്റസ് ആണ്. പ്രതിരോധശാസ്ത്രം എഡ്വേർഡ് ജെന്നറാണ്. പ്രതിരോധശാസ്ത്രം എഡ്വേർഡ് ജെന്നറാണ്. ജനിതകശാസ്ത്രം ഗ്രിഗർ മെൻഡലാണ് കേട്ടോ. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ ആലോചിച്ചിരിക്കുന്ന അരി ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? നമ്മൾ എന്തായാലും വീട്ടിലൊക്കെ അരി ഉണ്ടാവില്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ആ അരി എന്നുള്ള രീതിയിൽ നമുക്ക് ജീവശാസ്ത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ജനിതകശാസ്ത്രം ഗ്രിഗർ മെൻഡൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ ആന്റോണിയർ ലവോസിയർ. പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ. ഓക്കെ, ഇത്രയും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് രോഗങ്ങളും പ്രതിരോധവുമാണ്. വൈറസ്, രോഗാണുക്കളും രോഗങ്ങളും നോക്കാം. വൈറസ് ഏതൊക്കെ രോഗങ്ങളാണ് പരത്തുന്നത്? എയ്ഡ്സ്, പേവിഷബാധ, പോളിയോ, ചിക്കൻ പോക്സ്, മംസ്. ഓക്കെ, വൈറസ് ഏതൊക്കെ രോഗങ്ങളാണ് അത് ചോദിക്കും. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഈ 3 കോളം പഠിച്ചു വെക്കുക കേട്ടോ. വൈറസ് ഏതൊക്കെയാണ്? എയ്ഡ്സ്, പേവിഷബാധ, പോളിയോ, ചിക്കൻ പോക്സ്, മംസ്. ഇത് മാത്രമല്ല കേട്ടോ, മഞ്ഞപ്പനി, അതുപോലെ തന്നെ ഡെങ്കിപ്പനി, ഇങ്ങനെ കുറച്ച് പനികളൊക്കെ അധികവും ഇതിൽ വരുന്നുണ്ട്. അറിയാലോ, സാർസ്, ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്. ഇനി ബാക്ടീരിയ പറയുകയാണെങ്കിൽ ക്ഷയം, കുഷ്ഠം, എലിപ്പനി, ടെറ്റനസ്, ഡിഫ്തീരിയ. അപ്പം ബാക്ടീരിയ ഏതൊക്കെയാണ്? ക്ഷയം, കുഷ്ഠം, എലിപ്പനി, ടെറ്റനസ്, ഡിഫ്തീരിയ. മറ്റുള്ളവ നോക്കുകയാണെങ്കിൽ മലേറിയ, വട്ടച്ചൊറി. ഓക്കെ, മലേറിയ, വട്ടച്ചൊറി. അപ്പോൾ വൈറസിൻ്റെത് എയ്ഡ്സ് ഉണ്ട്, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് ഉണ്ട്, ജലദോഷം, മീസിൽസ്, ചിക്കുൻഗുനിയ, പോളിയോമൈലിറ്റിസ്, പേവിഷബാധ, അരിമ്പാറ. ഇത്രയും പെടും കേട്ടോ. അപ്പോൾ ഈ എയ്ഡ്സ്, പേവിഷബാധ, പോളിയോ, ചിക്കൻ പോക്സ്, മംസ് കൂടാതെ സ്മോൾ പോക്സ് ഉണ്ട്, ജലദോഷം ഉണ്ട്, മീസിൽസ് ഉണ്ട്, ചിക്കുൻഗുനിയ ഉണ്ട്, പോളിയോമൈലിറ്റിസ് ഉണ്ട്, പേവിഷബാധ ഉണ്ട്, അരിമ്പാറുണ്ട്. ഇനി ബാക്ടീരിയ ക്ഷയം, ട്യൂബർകുലോസിസ്. അതൊക്കെ ഉണ്ട്. ക്ഷയം, ട്യൂബർകുലോസിസ്, പിന്നെ ഡിഫ്തീരിയ, എലിപ്പനി, ടെറ്റനസ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സിഫിലിസ്, ആന്ത്രാക്സ്, ഭക്ഷ്യവിഷബാധ, ഡിസെൻട്രി, സ്പോട്ടഡ് ഫീവർ, വില്ലൻ ചുമ, ടൈഫോയിഡ്, ഒക്കെ കുഷ്ഠം ഒക്കെ എന്തിലാണ് വരുന്നത്? ബാക്ടീരിയയിലാണ് കേട്ടോ പെടുന്നത്. ഓക്കെ, അടുത്തത് മലേറിയ, പ്രോട്ടോസോവ, വട്ടച്ചൊറി, ഫംഗസ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇത് നോക്കി വെക്കാം കേട്ടോ. ഇനി അടുത്ത വായു, ജലം, ഇതിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പകരുന്നവ ക്ഷയം, COVID-19,
ചിക്കൻ പോക്സ്, 5-ാം പനി, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ജലത്തിലൂടെ പകരുന്നവ കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ ആണ് കേട്ടോ, ഹെപ്പറ്റൈറ്റിസ് ബി ജലത്തിലൂടെ അല്ല. മഞ്ഞപ്പിത്തമാണ് ജലത്തിലൂടെ പകരുന്നത്. വയറിളക്കം, പോളിയോ ഇതൊക്കെ ഇതിലൂടെയാണ് പകരുന്നത്, ജലത്തിലൂടെയാണ് പകരുന്നത്. അപ്പം ഇത് കറക്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി സമ്പർക്കം മൃഗങ്ങളിലൂടെ പകരുന്നത്. സമ്പർക്കം മുഖേനയും മൃഗങ്ങളിലൂടെയും പകരുന്നതാണ്. സമ്പർക്കത്തിലൂടെയാണ് കുഷ്ഠവും വട്ടച്ചോറി കേട്ടോ. കുഷ്ഠവും വട്ടച്ചോറിയും സമ്പർക്കത്തിലൂടെയാണ്. ലൈംഗിക സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? എയ്ഡ്സ്, സിഫിലിസ്, അതേപോലെ ഗൊണേറിയ എന്നുള്ള രോഗം കൂടെ ഉണ്ട് കേട്ടോ. എയ്ഡ്സിനും സിഫിലിസിനും പുറമെ ഗൊണേറിയ എന്നുള്ള രോഗം കൂടെ സമ്പർക്കത്തിലൂടെ പകരുന്നതാണ്. പിന്നെ മൃഗങ്ങൾ കൊതുക് വഴി പകരുന്നത് മലേറിയ, ഡെങ്കിപ്പനി. മൃഗങ്ങളിൽ പേവിഷബാധ, എലിപ്പനിയൊക്കെ മൃഗങ്ങൾ വഴി പകരുന്നതാണ്. അറിയില്ല പേവിഷബാധ? നായ കടിച്ചാൽ. ഓക്കെ, എലിപ്പനി എലിയിലൂടെ പകരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും അസുഖങ്ങളാണ് കേട്ടോ. സമ്പർക്കത്തിലൂടെ ശാരീരികം ആയിട്ട് കുഷ്ഠം, വട്ടച്ചൊറി, ലൈംഗികം, എയ്ഡ്സ്, സിഫിലിസ്, ഗുണേറിയ കൂടിയുണ്ട്. കൊതുക്, മലേറിയ, ഡെങ്കിപ്പനി, പിന്നെ മൃഗങ്ങൾ പേവിഷബാധ, എലിപ്പനി. ഓക്കെ, ഇത്രയാണ് രോഗങ്ങളും. പൊതുജനാരോഗ്യത്തിൽ ഫസ്റ്റായിട്ട് ഞാൻ ഇൻട്രൊഡക്ഷനായിട്ടൊരു ക്ലാസ് എടുത്തു വെച്ചതാണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരും എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വൃത്തിയായിട്ട് എല്ലാ ഭാഗങ്ങളും പഠിച്ചെടുക്കാം. ഫസ്റ്റ് കുറച്ചായിട്ട് പോവാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവാം. വാരി വലിച്ച് പഠിക്കുന്നതിലല്ല കാര്യം, വൃത്തിയായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകുമ്പം ഓപ്ഷൻസ് കറക്റ്റായിട്ട് കറുപ്പിക്കാൻ സാധിക്കണം. അതിലാണ് വിജയം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.